അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വധശ്രമം പരാജയപ്പെടുന്നു എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഹുലാലത്ത് ബിനു ഉമൈർ ബിനു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടുത്ത വെറുപ്പാണ്. ഉമൈർ അതെന്നും മനസ്സിൽ കൊണ്ടു നടന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ തവാഫ് ചെയ്യുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കണമെന്ന പദ്ധതിയുമായി ഫുലാല അടുത്തു വന്നു. ഇതാര്, ഫുലാലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അതെ, നിന്റെ മനസ്സ് എന്തൊക്കെയോ എന്നോട് പറയുന്നുവല്ലോ ഫുലാല. ഏത്? ഒന്നുമില്ലല്ലോ, പരിഭ്രമം ഒളിക്കാൻ ശ്രമിച്ച് അയാൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് പുഞ്ചിരിച്ചു. ഫുലാലയുടെ പാപമോചനത്തിന് പ്രാർത്ഥിച്ചു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരം അയാളുടെ നെഞ്ചിൽ ചേർത്ത് വെച്ചു. ഫുലാലയുടെ ഹൃദയത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പക നീങ്ങി. പിന്നെ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തിരുനബിയായിരുന്നു. നബിയെ വധിക്കാൻ അബൂജഹൽ പദ്ധതി തയ്യാറാക്കി. വലീദ് ബിൻ മുഗീറയെ കൃത്യനിർവഹണത്തിന് നിയോഗിച്ചു. നിസ്കാരവേളയിലായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ മുഗീറ വന്നു. പക്ഷേ നബിയെ കാണുന്നില്ല. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം മാത്രം കേൾക്കുന്നു. വലീദ് അത്ഭുതസ്തംഭനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യുകയാണ്. ഈ സമയം അബൂജഹൽ ഒരു കല്ലെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്കിട്ടു. വധിക്കാൻ തീരുമാനിച്ചു. കൂറ്റൻ കല്ലുമായി അബൂജഹൽ അടുത്തു ചെന്നു. പക്ഷേ ഉയർത്തിയ കല്ല് താഴെ വീഴുന്നില്ല. ജഹലിൻ്റെ കയ്യിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഖുറൈശി നേതാക്കൾ പലരും ശ്രമിച്ചിട്ടും കല്ല് കയ്യിൽ തന്നെ. ഒടുവിൽ അത് നീങ്ങിക്കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. നളർ ബിൻ ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ തീരുമാനിച്ചു. പക്ഷേ നബിയെ കണ്ട ഉടനെ അയാൾ ഭയന്നു വിറച്ച് വീട്ടിലേക്ക് ഓടി. ഓട്ടത്തിനിടയിൽ വഴിയിൽ അബൂജഹലിനെ കണ്ട് ജഹൽ കാര്യം അന്വേഷിച്ചു. നളർ പറഞ്ഞു, മുഹമ്മദിനെ കൊല്ലണമെന്ന തീരുമാനത്തിൽ ഞാൻ പുറപ്പെട്ടതായിരുന്നു. ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഞാനതിന് ശ്രമിച്ചു. അപ്പോൾ കുറേ സിംഹങ്ങൾ വാപിളർന്ന് എന്നെ വിഴുങ്ങാൻ വരുന്നതാണ് ഞാൻ കണ്ടത്. ഹക്കം ബിനുൽ ആസും സംഘവും പുറപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായിരുന്നു. അവർ നബിയെ കണ്ടുമുട്ടിയപ്പോൾ പിന്നിൽ നിന്നും ഒരട്ടഹാസം. അതിൻ്റെ ഭീകരതയിൽ വധശ്രമ സംഘത്തിൽ പലരും ബോധരഹിതരായി നിലംപതിച്ചു. ഏറെ കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ നബിയെ അവർ കണ്ടില്ല. അട്ടഹാസത്തിൻ്റെ ഉറവിടം അജ്ഞാതമായിരുന്നു. ഹക്കം പിന്നീട് വധശ്രമം തുടർന്നു. ഒരിക്കൽ വധശ്രമത്തിന് ഒരുങ്ങിയപ്പോൾ സഫ മർവ പർവ്വതങ്ങൾ നബിക്കും ഹക്കമിനുമിടയിൽ തടസ്സമായി നിന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സാലിഹായ മക്കളാക്കുമാറാകട്ടെ. മക്കൾ മുഖേന ഈ ലോകവും പരലോകവും അല്ലാഹു തആല വിജയത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഖബറുകളെല്ലാം അല്ലാഹു തആല സ്വർഗീയ ഖബറാക്കി മാറ്റുമാറാകട്ടെ. സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ പാനീയവും അവർക്ക് അല്ലാഹു തആല നൽകുമാറാകട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് സന്തോഷവും സമാധാനവുമായ ജീവിതം നയിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ സാലിഹായ മക്കളാക്കുമാറാകട്ടെ. മക്കൾ മുഖേന ഈ ലോകവും പരലോകവും അല്ലാഹു തആല നമുക്ക് വിജയത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് റാഹത്തും സന്തോഷവും
അല്ലാഹു തആല നൽകുമാറാകട്ടെ. നമ്മുടെ ദുആകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബദരീങ്ങളാൽ ഹക്കാൽ എന്നെ ദുആ കബൂലാക്കണേ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.